ശ്രീ രതീഷ് ചക്രവാണി 85 ലക്ഷം രൂപ ദുബായിലേക്ക് അയക്കുന്നു. ബാങ്ക് വഴി അയക്കുന്നത് ഹവാല പണമാകുന്നു. എന്നിട്ട് ഇതൊക്കെ എഴുതിയ രേഖകൾ ഈടിക്കെടുക്കാൻ പാകത്തിൽ വീണ ഇങ്ങനെ വീട്ടിൽ വെക്കുകയാണ്, അതെടുക്കുന്നു. ഇങ്ങനെ ഇതടക്കം പിന്നെ എന്താണ് വീഡിയോ കോളോ ഇൻ്റർനെറ്റ് കോളോ വാട്സപ്പ് കോളോ വിളിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതടക്കം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഇതിലെ വൈരുദ്ധ്യങ്ങൾ, ഇതിൽ കെട്ടിപ്പൊക്കിയ കള്ളക്കഥയുടെ തിരക്കഥയാണ് എന്ന് ബോധ്യമാകുന്ന എന്തൊക്കെ അംശങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് എടുത്തു പറയാനാകും? ചക്രവാണി, ഇതിൽ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒന്നാമത്തെ കാര്യം, വീണ വിജയനെതിരെയുള്ള അന്വേഷണം തുടങ്ങുന്നത് 2019-20കളിലാണ്. അപ്പോൾ അങ്ങനെ അന്വേഷണം തുടങ്ങിയിട്ടുള്ള പല ഏജൻസികൾ അന്വേഷിച്ചിട്ടുള്ള വീണ വിജയൻ യഥാർത്ഥത്തിൽ ഹാൻഡ് റിട്ടൺ നോട്ട്സ് അവിടെ വീട്ടിൽ തന്നെ വെച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവർ വന്നാൽ പെട്ടെന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉമ്മറപ്പടിയിൽ വെച്ചിട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇനി അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താങ്കൾ പറഞ്ഞ പോലെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് എന്ന് പറയുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഹാൻഡ് റിട്ടൺ അക്കൗണ്ട്സ് എന്ന് പറയുന്നു. ഇത് രണ്ടും എന്ത് ചെയ്യുന്നു, മാറി മാറി പറയുന്നു. കാരണം ഇതിൽ ഏതാണ് എന്നുള്ളത് ഇവർക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ മൂലകാരണമായത് തന്നെ ഏതോ പേപ്പറുകൾ എഴുതിയതാണ്. ഇപ്പൊ ജെയിൻ കേസിലൊക്കെ അതൊരിക്കലും ഒരു തെളിവായി സ്വീകരിക്കാനാകില്ല എന്ന തരത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടുത്തെ ജെയിൻ ഹവാല കേസിൽ, ജെയിൻ ഹവാല കേസല്ല യഥാർത്ഥത്തിൽ അജിം ഷാദെ, അത് കൂടാതെ ഒരു 4 കേസിൽ കൂടി കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു നമുക്ക് തെളിവായി പരിഗണിക്കാൻ കഴിയില്ല, കൂടാതെ ഒരു കൊറോബറേറ്റീവ് എവിഡൻസ് ഇല്ലാതെ ഇത് പരിഗണിക്കാൻ പോലും കഴിയില്ല എന്നുള്ളത് കോടതി മറ്റു ചില കേസുകളിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുന്നതിൻ്റെ പിന്നിലൊരു ഉദ്ദേശം എന്ന് പറയുന്നത് കേസ് തെളിയണം എന്നുള്ളതല്ല. കാരണം കേസ് തെളിയണമെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു ഉദ്ദേശവുമില്ല. ഞാൻ ഒറ്റ വരി കൊണ്ടത് വ്യക്തമാക്കാം. യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൊടുത്തിട്ടുള്ള നിരവധി കമ്പനികളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് രഞ്ജിത്ത് ബിൽക്കോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അവരുടെ ഒരു വലിയ പണിതുകൊണ്ടിരുന്ന ഒരു ബിൽഡിംഗ് തന്നെ ഇടിച്ചു വീണ് 4 പേര് മരിച്ചു പോയിട്ടും അവരുടെ ഇന്ന് ഇലക്ട്രൽ ബോണ്ട് മേടിക്കാൻ നമ്മുടെ BJPക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. നവയുഗ കൺസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞൊരു പേര് നമുക്ക് ഓർമ്മയുണ്ടാവും. അതായത് ഉത്തരകാശിയിൽ ഒരു ടണൽ തകർന്നു വീഴുകയും അതിൻ്റെ അപ്പുറത്ത് ആളുകൾ കുടുങ്ങിപ്പോവുകയും ചെയ്ത അത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനികളുടെ നിന്ന് പണം മേടിക്കാനൊരു കുഴപ്പമുണ്ടായില്ല. യഥാർത്ഥത്തിൽ ഡിജിറ്റൽ വിഷൻ ഫാർമ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അവരുടെ ഒരു മരുന്ന് കഴിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ 12 കുട്ടികൾ കാശ്മീരിൽ കൊല്ലപ്പെട്ടതാണ്. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് പണം മേടിക്കാൻ ഒരു കുഴപ്പവുമില്ലാത്ത ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ ഇവിടെ കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നതിലെ വൈരുദ്ധ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ജനങ്ങൾ ആദ്യമേ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, ഇതൊരു ചെറിയ പ്രൊജക്റ്റ് അല്ല, ഇതൊരു വലിയ പ്രൊജക്റ്റാണ്, ഒരു മെഗാ പ്രൊജക്റ്റാണ്. അത് ലോകത്തെമ്പാടും തന്നെ റൈറ്റ് വിങ് അജണ്ടകളൊക്കെ പേറുന്ന ആളുകൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പ്രൊജക്റ്റാണ്. ഞാനിപ്പോൾ ലോകത്തിലേക്ക് പോകുന്നില്ല, നമ്മുടെ ഇങ്ങോട്ട് വന്നാൽ ഈ കേരളത്തിൽ ഇപ്പോൾ അടുത്തിടെ വന്നിട്ടുള്ള ചില ഇൻ്റർവ്യൂകളിൽ പഴയ ഒരു CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ്റെ ഇൻ്റർവ്യൂകൾ അജിം ഷാദും ഈ കൂട്ടത്തിലേക്ക് എല്ലാവരും കണ്ടുണ്ടാവും. ഇപ്പം അദ്ദേഹത്തോട് വലിയ അനുതാപത്തോടെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളെ പാർട്ടി സഹായിക്കാത്തത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഏതൊരു ചെറിയ കേസ് മുതൽ വലിയ കേസ് വരെ എങ്ങനെയാണ് CPMനെ തീർക്കാൻ വേണ്ടി കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഇതിൽ തന്നെ CPMൻ്റെ പാർട്ടിയിലെ നേതാക്കന്മാരുടെ മക്കളൊക്കെ തന്നെ വലിയ സമ്പന്നരാണെന്നും അവരൊക്കെ തന്നെ ഈ പറയുന്ന പോലെ അതായത് നിങ്ങൾ സാധാരണക്കാരായ അണികൾ ഇവരെ കണ്ട് പഠിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് ഈ നേതാക്കൾ പറയുന്നത് കേൾക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് എത്രമാത്രം വീഡിയോകളാണെന്നറിയാമോ അസംബന്ധവും ഈ പറയുന്ന പോലെ തീർത്തും കള്ളവുമായിട്ടുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഗുണം എന്താണെന്നറിയാം അമിത്ഷാദെ, ഇവിടെ വായി തോന്നി എന്തും പറയാം, കാരണം അവർക്കൊരു നഷ്ടം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഈ മനോരമ അടക്കമുള്ള പത്രങ്ങൾ എഴുതി നമ്മളെ വശം കെടുത്തിയിട്ടുള്ളൊരു കേസുണ്ടല്ലോ, ചാരക്കേസ്. ആ ചാരക്കേസ് ഉണ്ടാവുകയും യഥാർത്ഥത്തിൽ പരമ്പരകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് സർക്കുലേഷൻ കൂടുകയും ചെയ്ത മനോരമ ആ ചാരക്കേസ് എന്ന് പറയുന്നത് വെറും ചാരമായിരുന്നു എന്നും അങ്ങനെ ഒരു കേസില്ലായിരുന്നു എന്നും അറിഞ്ഞതിന് ശേഷം എന്താ സംഭവിച്ചത്, നമ്പി നാരായണന് 1 കോടി രൂപ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നു. ആരുടെ കയ്യിൽ നിന്നെടുത്ത്? ഈ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് ആരുടെയും കയ്യിൽ നിന്ന് എടുക്കേണ്ടി വന്നില്ല, മാധ്യമങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വന്നില്ല. പകരം ഞാനും അജിം ഷാദും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളും തീപ്പെട്ടി മുതൽ ഈ പറഞ്ഞ പോലെ അരിമേടിക്കുന്ന പോലുള്ള ടാക്സ് എടുത്തുകൊണ്ട് ഗവൺമെൻറ് പണമെടുത്ത് നമ്പി നാരായണന് കൊടുത്തു. ആരാണ് അദ്ദേഹം? എന്തുകൊണ്ട് കേസിൽ പോയി? അദ്ദേഹത്തിൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ ഇതുപോലെ ഈ പറഞ്ഞ പോലെ കഥയും എഴുതിക്കൊണ്ടിരുന്നു. പക്ഷേ ഇതിനി അധികകാലം നടക്കുമെന്ന് ഇവരൊക്കെ വിചാരിക്കരുത്. കാരണം ഇപ്പം തന്നെ സർക്കുലേഷൻ 2.5 ലക്ഷം 3 ലക്ഷം വീതം പല എഡിഷനുകളിലും കുറവാണ് എന്നുള്ളത് ഇവരൊന്ന് ആലോചിക്കണം. ഇതിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇതേപോലെയുള്ള വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് താൽക്കാലികമായി രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കുക, അതിനപ്പുറം
അപ്പുറത്തേക്ക് ഒന്നും നേടാനില്ല. യഥാർത്ഥത്തിൽ ഇപ്പം തന്നെ നമുക്കറിയാം അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിൽ അദ്ദേഹത്തിൻ്റെ സംഘടനയും രാഷ്ട്രീയവും ഗുജറാത്തിൽ പോലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ വളർച്ചയും BJP ക്കുണ്ടായിരുന്നു, ആം ആദ്മി പാർട്ടിക്ക്. പക്ഷെ അതെല്ലാം തന്നെ ഇല്ലാതാക്കാൻ താൽക്കാലികമായി രക്ഷപ്പെടാനായിട്ട് അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർക്കെതിരെയുള്ള പ്രൊപ്പഗാൻഡ മെഷീനറി വളരെ സ്ട്രോങ് ആയി കൃത്യമായി കള്ളങ്ങൾ അനുദിനം പൊളിച്ചടുക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. ആ പൊളിച്ചടുക്കിക്കൊണ്ട് മുന്നോട്ട് പോയതിന് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു എക്സാമ്പിൾ ഉണ്ട്. ആ എക്സാമ്പിൾ എന്ന് പറയുന്നത് CJP എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. അവരെ രാജ്യദ്രോഹികളെന്ന് വിളിച്ചു. അവരെ ഈ പറയുന്ന പോലെ പാകിസ്ഥാനിലാണ് അവരുടെ ഫോളോവേഴ്സ് എന്ന് വിളിച്ചു. ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ ഗോദി മീഡിയ മുഴുവൻ നിരന്നിറങ്ങി നിന്നിട്ടും അവരുടെ സമരങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചിട്ടും അവരെ ഇല്ലായ്മ ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അവർ ഈ പറയുന്ന പോലെ ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയയുടെ ശക്തിയിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് അവർ വലിയ ശക്തിയായി മാറുന്നത് നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെയും ചരിത്രത്തിൽ ഇന്നേ വരെ ഇന്ത്യയുടെ കഴിഞ്ഞ 80 കൊല്ലത്തെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു വ്യവസ്ഥാപിത സംഘടനയോ സമരം ചെയ്യാതെ 39ാമത്തെ ദിവസം പേടിച്ച് പറച്ച് യഥാർത്ഥത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ കാഴ്ചയിൽ നിന്നുള്ള ധൈര്യം ഉൾക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ 6 മണിക്കൂർ 8 മണിക്കൂർ കുത്തിയിരുന്നപ്പോൾ FIR എടുക്കാൻ തയ്യാറായത്. ഞാൻ പറഞ്ഞു വന്നത് ഒറ്റ കാര്യമാണ്. ഇതേപോലെയുള്ള കള്ളത്തരങ്ങൾ നിരന്തരമായി ഗോദി മീഡിയ എങ്ങനെയാണോ ഇന്ത്യയിൽ കെട്ടിച്ചമച്ചത് അതേപോലെ തന്നെ ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ VD സതീശ മേനോൻ ഭജൻസ് മീഡിയ എന്ത് ചെയ്യുന്നു, കേരളത്തെ കീഴടക്കിയിരിക്കുന്നു. ആ കീഴടക്കിയിരിക്കുന്ന മീഡിയക്കെതിരെ കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെ ചർച്ചകൾക്ക് പോലും വിളിക്കാൻ അവർക്ക് ഭയമാണ്. യഥാർത്ഥത്തിൽ ആ ഒരു കാര്യം അനുസ്യൂതം തുടരാം എന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷേ ഇവർക്ക് അറിയാത്തൊരു കാര്യം, ഇവരൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഇവരുടെ ക്രെഡിബിലിറ്റിയൊക്കെ ഇല്ലാതാകുന്ന ഒരു കാലം അടുത്ത് തന്നെ വരും. അതാണ് ഇപ്പോൾ ഗോദി മീഡിയയിൽ കണ്ടത്. 2000 പേരെ ഏറ്റവും ആദ്യം ജന്തർ മന്ദറിൽ പ്രൊട്ടസ്റ്റ് ചെയ്തപ്പോൾ ഒരു മീഡിയയും അത് കവർ ചെയ്തില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്താ സംഭവിച്ചത്, എല്ലാ മീഡിയകൾക്കും കവർ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം നിലനിൽപ്പും സ്വന്തം കാലിനടിയിലെ മണ്ണും ഒലിച്ചു പോകുന്ന കള്ളപ്രചരണങ്ങളുടെ ഘോഷയാത്രയാണ് ഇതിൽ നടന്നിരിക്കുന്നത്. അതാണ് ഞാനിപ്പോൾ അജിംഷാദിനോട് പറഞ്ഞത്. ഒന്ന് ആലോചിച്ചൊക്കെ, പിണറായി വിജയൻ ഈ വാർത്താ സമ്മേളനത്തിൽ എപ്പോഴെങ്കിലും പറഞ്ഞോ 20 കോടി രൂപ നിസ്സാര എമൗണ്ട് ആണെന്ന്? ആ 20 കോടി രൂപ, അതായത് അദ്ദേഹത്തിൻ്റെ മകൾ മുടക്കിയിട്ടുള്ള പണം അതൊരു 10 ലക്ഷം രൂപയാണ്. അതല്ലാതെ ഈ പറയുന്ന പോലെ മാസം 8 ലക്ഷം രൂപയാണ്. ഇതൊന്നും ഈ പറയുന്ന പോലെ ഒരു ബിസിനസ്സിൻ്റെ വലിയ എമൗണ്ടുകളല്ലല്ലോ എന്നുള്ള സൂചന നൽകിയതിന് ആ ഒരൊറ്റ വാക്കെടുത്തുകൊണ്ട് ഇവർ കോയിൻ ചെയ്യുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾക്ക് 20 കോടി രൂപ നിസ്സാരമായ പണമായി മാറി എന്ന് പറഞ്ഞാൽ അത്രയും വലിയ അസറ്റ് സമാഹരിച്ചിട്ടുണ്ടെന്നാണ്. എത്രമാത്രം അസംബന്ധമായ അബദ്ധജടിലമായ വാർത്തകളാണ്. ഇന്ന് പിണറായി വിജയൻ ചോദിച്ച ഏറ്റവും പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ഈ പറയുന്ന അതായത് മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറ്റം ചെയ്തു എന്ന വാർത്ത നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചത് മാമൻ മാത്യുവിനോടാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനൊക്കെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നൈതികത ഉറപ്പുണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള ധാർമ്മികത ബാലൻസ് ഉണ്ടെങ്കിൽ നാളെ പത്രങ്ങളിലെങ്കിലും മറുപടി പറയണം. ഇവരങ്ങനെ ഒരു മറുപടി പറയുന്ന ശീലമേ ഇല്ല. ഇവർക്ക് തോന്നിയതെല്ലാം എഴുതി വെക്കും. കുറച്ച് കഴിയുമ്പോൾ ആ കേസ് പൊളിയും. ആ കേസ് പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് അവർ നഷ്ടപരിഹാരത്തിന് മുമ്പ് അവർക്ക് നഷ്ടപരിഹാരം കിട്ടും. ഒന്നും ഞങ്ങൾക്ക് നഷ്ടപ്പെടാനില്ല. ഒരു ഉദ്യോഗസ്ഥനും ഒന്നും നഷ്ടപ്പെടില്ല. മാധ്യമങ്ങൾക്കൊന്നും നഷ്ടപ്പെടില്ല.